സഹൃദയ കലാസ്നേഹികളെ, പ്ലൂട്ടോ സിനിമ കണ്ടു. ഞാനങ്ങനെ പൊതുവെ ഫസ്റ്റ് ഷോയ്ക്കൊന്നും പോണ ഒരാളൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടാൽ അതിന്റെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ അടുത്ത് പറയൂ എന്ന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാര്യം എൻ്റെ അടുത്ത് കുറച്ചുപേർ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് ഷോ കണ്ടിട്ട് റിവ്യൂ ടുഡേ ബ്രോ. ഞാൻ അങ്ങനെയുള്ള ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു റിവ്യൂ പറയുക എന്നുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടല്ല ഞാൻ സിനിമ കാണുന്നതും. എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമേ സിനിമ കാണുന്നതാണ്. അപ്പോൾ അതിനൊരു ചില സിനിമകൾ ഞാൻ ഫസ്റ്റ് കാണും, ചിലത് കാണില്ല, അങ്ങനെയാണ്. അപ്പം റിവ്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചില്ല. അങ്ങനെ പ്ലാൻ ഇല്ല എനിക്ക്. എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ FDFS തന്നെ പോയി പടം കണ്ടിട്ട് പറയുമായിരിക്കും റിവ്യൂസ്. പിന്നെ എൻ്റെ റിവ്യൂസ് അങ്ങനെ കേൾക്കാൻ വേണ്ടിയുള്ള ആൾക്കാരൊന്നും എൻ്റെ ഓഡിയൻസ് ആയിട്ട് ഇതുവരെ ഇല്ല. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഉറപ്പായിട്ടും പറയാം. എനിക്ക് സിനിമ എങ്ങനെ ഫീൽ ചെയ്തെന്ന് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ഷോർട്സിലൂടെ പറയുന്നത്. അതും ലോങ് വീഡിയോസ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. ഈ പടം ആക്ച്വലി ഒരു നിർഗുണ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മോശം സിനിമയൊന്നും അല്ല കേട്ടോ. മോശം ഇൻ ദ സെൻസ് അങ്ങനെ അതിനകത്തൊന്നും നല്ലതായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എഞ്ചിനീയറിങ്ങിന് സപ്ലി വാങ്ങിച്ച് ജയിക്കാതെ കിടക്കുന്ന ഒരു കഥാപാത്രത്തിനെ ആൾക്കാരെ മാറ്റാറായില്ലേടേ? ഈ യുഗം കഴിഞ്ഞില്ലേ അതിന്റെ? വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടെ, അല്ലെങ്കിൽ CA പഠിച്ചവനാക്ക്, അല്ലെങ്കിൽ BBA പഠിച്ചവനാക്ക്. നിങ്ങൾ ഇത് എന്ത് എഞ്ചിനീയർ എത്ര കാലമായിട്ട് ഈ സാധനം ഇതുവരെ മാറാറായില്ലേടേ? ഈ സ്ഥിരം സാധനം പടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലോട്ടോ അല്ലേ, കുറച്ചൊരു ഏലിയൻ എന്ന് പറയുന്ന സാധനമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് പണ്ട് കോയിമിൽകയാണ് എന്നെ വിസ്മയിപ്പിച്ച ഒരു സിനിമകളിൽ പറഞ്ഞത്. അതിൽ ഏലിയൻ ജാദു മറ്റേ ടോൺ 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 ആ മ്യൂസിക് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏലിയൻ സിനിമകൾ, UFO ഇങ്ങനത്തെ സ്റ്റോറീസ്, എക്സ്ട്രാ ടെറസ്ട്രിയലൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ സിനിമ ഞാൻ അങ്ങനെ പലതും പ്രതീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഒന്നുമില്ലടേ ഇതിനകത്ത്. ഏലിയൻ അവൻ ആപ്റ്റ് അൽത്താഫ് തന്നെയാണ്, അൽത്താഫായിട്ട് തന്നെയാണ്. ഏലിയനാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഒരു ഏലിയനാണല്ലോ എന്ന്. അയാൾക്ക് ഒരു വ്യത്യസ്ത രീതിയിൽ സംസാരവും ശൈലികളുണ്ടല്ലോ. ടിപ്പിക്കൽ അങ്ങനെയുള്ള ശൈലിയുള്ള കോമഡീസ്, ഫ്രഷ് ആയിട്ടൊരു സാധനം ഇല്ല. കോമഡിയൊക്കെ പുതുമ അങ്ങനെ ഒന്നും പറയാൻ അവകാശപ്പെടാല്ല. എന്നാലും ഒരു മോശമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ആകെ അജു വർഗീസ് ആണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു വ്യത്യാസമായിട്ട് തോന്നിയത്. പുള്ളി ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ വന്ന് ഒരു ചെറിയ സാധനം ചെയ്തിട്ട് അത് കൊള്ളാം ഒന്നും മാത്രമല്ലാണ്ട് ഇതിനകത്ത് വേറെ തോന്നിയില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ സോഷ്യൽ മീഡിയ കാണിക്കുന്ന എന്താണോ അത് തന്നെയാണ് ഇതിനകത്ത് കാണിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. പ്രത്യേകിച്ച് അവർക്കൊന്നുമില്ല. ഞാൻ ആകെ എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്ത് ആക്ച്വലി അമീൻ ചെയ്യുന്നതും പിന്നെ ഹാഷ്റെ അവർ വന്നതും ഒക്കെയാണ് കുറച്ചെങ്കിലും ഒരു കഥാപാത്രം, ഒരു ക്യാരക്ടറായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ആർക്കും കഴിവില്ല എന്നല്ല കേട്ടോ. അവരെ കൊണ്ട് അതൊക്കെ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാട്ടാക്കട അണ്ണൻ പുള്ളിനെ കയറി ഒന്നും അതൊക്കെ തന്നെ നമ്മൾ റീലിൽ കാണുന്ന സാധനം തന്നെ അവരെ അതിന് വേണ്ടിയാണ് അവർ സിനിമയിൽ കൊണ്ടുവരുന്നത്. റീസെൻ്റായിട്ട് കലിംഗ് കണ്ടപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തത്. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല അവരെ കൊണ്ടുവന്നിട്ട്. സോ അവർക്ക് ഇനി അങ്ങനത്തെ അവസരങ്ങൾ കൊടുക്കണം. അവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണ്, അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. അപ്പോഴും നല്ലതായിട്ട് വരും. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പടത്തിനകത്ത് തന്നെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും എടുത്ത് പറയാനില്ല. പെർഫോമൻസ് അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ കുറച്ച് വെറൈറ്റി അറ്റംപ്റ്റ്സ് ഒക്കെ അതിനകത്ത് ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി കുറച്ചേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ അധികം ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേനെ. ചെറിയ ബജറ്റാണെന്ന് തോന്നുന്നു, കൊച്ചു സിനിമയാണ്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നേക്കുന്നത്. ബട്ട് അതൊരു എക്സ്ക്യൂസ് അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സോ അതുകൊണ്ട് തന്നെ പടം എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും കിട്ടിയില്ല. നിരാശരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശരാണോ. OTTയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ.